ഹലോ ഗൈസ്, അപ്പം നമ്മുടെ സാബു മോൻ അണ്ണൻ ഒരു ചാനലിന് പുറത്തിറങ്ങി, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ ഞാനിന്ന് കണ്ടു. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 2 വാക്ക് പറയാതെ പോകാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹവും തിരിച്ചിറങ്ങി വന്നതിന് ശേഷം അനീഷിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്നത്, അനീഷ് എന്താണ് ഒരുപാട് TV ഷോകളിലൊക്കെ പങ്കെടുത്ത ആളാണ്, 17 വയസ്സ് മുതൽ ന്യൂസ് റീഡിങ് ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് അയാൾ ഒരു സെലിബ്രിറ്റിയാണ്, അയാൾ കോമണർ എന്നുള്ള പരിവേഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ എന്നുള്ളൊരു പരിവേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി അതിന് കൊടുത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളി വന്നിറങ്ങിയപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്താണ്. അതുപോലെ അവിടെ കോമണർ ആരെന്ന് ചോദിച്ചപ്പോൾ കോമണറായിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ആദില നൂറയാണെന്ന്. അയ്യോ കഷ്ടം, ഈ സാബു അണ്ണൻ എന്ത് പൊട്ടത്തരമാണ് പറയുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കോമണർ എന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി കൊണ്ടുവന്നപ്പോൾ മൈജി ഏതെങ്കിലും കേരളത്തിൻ്റെ ഏതെങ്കിലും മൈജി ഫ്യൂച്ചറിൻ്റെ ഷോറൂമിൽ പോയിട്ട് ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ എടുത്ത് അയക്കണം. ആ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ നിന്ന് അവർ അതിനുശേഷം അതിനകത്ത് കുറച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഡീറ്റെയിൽസ് ഇത്തിരി സ്ഥലമേ ഉള്ളായിരുന്നു, കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഡീറ്റെയിൽസ് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മെയിൽ ID ഇത്രയും അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഒരാളായതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് അറിയാവുന്നത്. അപ്പോൾ അത് അയച്ചു, അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അയച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ എന്തിനാണ് ഇൻട്രഡക്ഷൻ വീഡിയോ മൈജി വഴി ഇൻട്രഡക്ഷൻ വീഡിയോ വാങ്ങിച്ചിട്ട് അയാളെ വെക്കുന്നത്? അയാൾ എന്ത് സെലിബ്രിറ്റി ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? അയാൾ ഒരു 17-18 വയസ്സിൽ ഒരു ലോക്കൽ ചാനൽ, അത് ലക്ഷ്മി നക്ഷത്ര തന്നെ പറഞ്ഞു ഈ അനീഷ് ഏട്ടനാണ് എന്ന് ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നമുക്കാർക്കും അയാളെ അറിയത്തില്ല. അയാൾ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയാവുന്ന അവരുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരായിരിക്കും ആ ലോക്കൽ ചാനൽ. പണ്ട് എന്താ പറയുക, ഡിഗ്രി ഫസ്റ്റ് ഇയറിന് അങ്ങോട്ട് പഠിക്കാൻ പോയ സമയത്ത് അയാൾ ആ ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡറായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അയാൾ റിയാലിറ്റി ഷോകളൊക്കെ പങ്കെടുത്തുന്നു. അയാൾ റിയാലിറ്റി ഷോയിൽ നമ്മളിവിടെ കണ്ട അയാളെക്കുറിച്ച് ഭയങ്കരമായിട്ട് എല്ലാവരും ഇയാൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ ആ ഒരു പരിപാടിയിൽ, നമ്മുടെ ശ്രീകുമാർ സാറൊക്കെ ഉള്ള ആ ഒരു പരിപാടിയിൽ പുള്ളി ഈ ഓഡിയൻസിൽ നിന്ന് കുറേ പേര് അറിയാവുന്നവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഒരു നമ്പറും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ അപ്പം ജയറാമേട്ടൻ അയാളെ സെലക്ട് ചെയ്ത് അയാൾ ആൻസർ പറഞ്ഞു കൊടുത്തു. പൈസ അയാൾക്ക് എത്രയോ 10,000 5,000 10,000 മറ്റോ രൂപയും കൊടുത്തു. ഇതാണ് അയാളെ പങ്കെടുത്ത റിയാലിറ്റി ഷോ. അയാൾ ആർക്ക് പരിചയം, എന്ത് പരിചയം, അതിൽ തപ്പിയെടുത്ത് യൂട്യൂബർകാർ അയ്യോ നമുക്ക് ആളെ പിടിയിട്ടിതാ ഇങ്ങനെ ഒരാളാണ് ഇയാൾ ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്, അതാണോ ഇവിടെ റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുന്നത്? എൻ്റെ സാബു അണ്ണ, നിങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി വിവരം ഉണ്ടെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ കറക്റ്റ് തരികട സാബു തന്നെ ആണല്ലോ എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു കേട്ടോ. കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. നിങ്ങളെയൊക്കെ കുറിച്ച് കുറച്ചും കൂടിയൊക്കെ ധാരണയുണ്ടായിരുന്നു, ആ ധാരണ പാടെ മാറ്റിക്കളഞ്ഞ് എന്നിട്ട് പറയുന്ന ആദില നൂറയാണ് കോമണർ എന്ന്. എവിടെയാണ് ആദില നൂറ കോമണർ? ഒരു 3-4 വർഷം മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഇവരെ ഒരുമിച്ച് ജീവിക്കണമെന്നും പറഞ്ഞ് വലിയ കോളിളക്കം സൃഷ്ടിച്ച് ഫ്ലവേഴ്സിലും അവിടെ ഇവിടെ എല്ലാം ചാനലുകളിലും വന്നിരുന്ന് ഇൻ്റർവ്യൂ നടത്തി സകലമാന യൂട്യൂബർമാരും സകലമാന മുഖ്യധാര മാധ്യമങ്ങളെല്ലാം കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് ആദിലയും നൂറയും. ഇവരിങ്ങനെ ലെസ്ബിയൻസ് ആണ്, ഒരുപാട് പേര് ഇവരെ വിമർശിച്ചു, അതിനെതിരെ ഇവർ സംസാരിച്ചു. ഫുള്ള് ഒരു 3 വർഷം കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്, സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് പോസിറ്റീവ് താരങ്ങളാണ്. അവരാണോ കോമണേഴ്സ്? നമ്മൾ പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടടേ സാബുണ്ണ, നിങ്ങളോട് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു പറയുമ്പോൾ നമുക്കൊരു മര്യാദ വേണ്ടേ? അയാളൊരു സെലിബ്രിറ്റിയാണ്, അയാൾ കോമണർ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്, അയാൾ കോമണർ എന്നുള്ള പരിവേഷം ചാർത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ തന്നെ ആ ഹൗസിനുള്ളിൽ പറഞ്ഞു. ഷാനവാസ് പറയുന്ന കേട്ട്, ഞാൻ ആ ഒരു വീഡിയോ പിന്നീട് ഇടാം. ഷാനവാസ് ഇന്ന് ഫുള്ള് ഇറിറ്റേറ്റഡ് ആയിരുന്നു അനീഷിനെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീഡിയോ അടുത്ത വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷാനവാസ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ തന്നെ പറഞ്ഞു ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളവിടെ പാതിരാത്രിയിൽ അവരെ ഒരു 3:30-4 മണിയായപ്പം വിളിച്ചിട്ട് ഞാൻ ലൈവ് കണ്ട ഒരാളാണ്, വിളിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല, ജനങ്ങൾ വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാരാണ്. അല്ലാതെ തന്നെ നിങ്ങൾ പല തവണയും അതിനകത്ത് പറയുന്നുണ്ട് ഹൗസിൽ കയറിയപ്പം ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കണം, ജനങ്ങളെ അങ്ങനെ നിങ്ങൾ പറ്റിക്കും അല്ലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്നൊക്കെ പറയുന്നത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവർ മണ്ടന്മാരല്ലെന്ന്. അത് തന്നെയാണ് എനിക്ക് നിങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ ആ ബുദ്ധി അങ്ങ് പോയാ. അത് തന്നെയാണ് ഞാനും പറയാൻ പോണത്. ജനങ്ങൾ മണ്ടന്മാരല്ല, ജനങ്ങൾക്ക് വിദ്യാഭ്യാസം വിവരവും അല്ലെങ്കിൽ കാഴ്ചപ്പാടും ഒക്കെ. വിദ്യാഭ്യാസം വേണ്ട വിവരത്തിന്,
ഒരു വിദ്യാഭ്യാസം വിവരം വേണ്ട, മനസ്സിലാക്കാനുള്ള കോമൺ സെൻസിന് അവർ കണ്ടിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ശരി എന്താണ് തെറ്റെന്നൊക്കെ കുറച്ചൊക്കെ ബോധ്യമുണ്ട്. ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ്, പറയുന്ന വാക്കുകൾ എന്താണ്, ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കുകളും ഇവിടെ ജനങ്ങൾ 24/7 കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്കാരും പറഞ്ഞു കൊടുക്കണ്ട, ആരും പഠിപ്പിക്കുകയും വേണ്ട. പിന്നെ കോമണർ എന്ന് പറയുന്നത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കോമണർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലും അറിയത്തില്ല എന്നുള്ള കാര്യം. കോമണർ എന്ന് പറഞ്ഞ് അയാൾ കയറിയിട്ടുണ്ടെങ്കിൽ മൈജി വഴിയാണ് അയാൾ കയറിയിരിക്കുന്നത്. അയാൾ മൈജിന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുത്തു. മൈജിന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുത്തവരിൽ സെലക്ട് ചെയ്യപ്പെട്ട ഒരാളായിരിക്കാം. അയാളെ ആരെങ്കിലും ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ അയാൾ മൈജി വഴി ഇൻട്രൊഡക്ഷൻ വീഡിയോ അടുത്ത് അയച്ച് അതിൽ നിന്ന് അയാൾ സെലക്ട് ആക്കപ്പെട്ട് 3 ദിവസം മുമ്പ് അയാൾക്ക് അറിയിപ്പ് കിട്ടിപ്പോയ ഒരു മനുഷ്യനാണ്. അയാൾ കോമണർ അല്ല, അയാൾ വലിയ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ ഏത് സെലിബ്രിറ്റി ആയിട്ടാണ് അയാൾ ജീവിച്ചത്? അയാൾ എന്ത് വല്ല ഫിലിമിൽ അഭിനയിച്ചോ? അല്ലെങ്കിൽ അയാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ട് അയാളെ നാട്ടുകാർ നമ്മളൊക്കെ അറിഞ്ഞോ? വേറെ ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. ഈ കോമണർ എന്ന് പറഞ്ഞ അനീഷിനെ കുറിച്ചിട്ട് ഒരു പേര് പോലും എവിടെയും വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം ആ പേര് വന്ന് ഇയാൾ കോമണറായിട്ട് കയറി കഴിഞ്ഞപ്പോൾ ആൾക്കാർ തപ്പി, നമ്മൾ യൂട്യൂബേഴ്സും മറ്റുള്ളവരും തപ്പിയെടുത്ത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. എന്തിനാടെ സാബുണ്ണ നിങ്ങളിങ്ങനെ വളച്ചൊടിച്ച് വീണ് സംസാരിക്കുന്നേ? വളരെ മോശം. ഒരുപാട് യൂട്യൂബർമാർ മുഖ്യധാര യൂട്യൂബർമാരൊക്കെ വന്നിരുന്ന് വിവരക്കേട് പറയുന്ന ഞാൻ കേട്ടതാണ്. അപ്പോൾ എനിക്ക് ഈ വിവരക്കേട് കൂടി കേട്ടപ്പോഴത്തേക്ക് മതിയായി. എല്ലാം ഒരു നൂലിൽ കെട്ടാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ എന്ന് അറിയിച്ചു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്.